ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. പുത്തൂരിലെ തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ പുള്ളിമാനുകൾ ചത്ത സംഭവത്തിൽ അന്വേഷണം തുടരുന്നു. മാനുകളുടെ ദാരുണാന്ത്യത്തിൽ വിശദീകരണം തേടി കേന്ദ്ര മൃഗശാല അതോറിറ്റി. ചാലക്കുടി മേലൂരിൽ മദ്യപിച്ചുണ്ടായ തർക്കത്തിനിടെ അയൽവാസിയായ സുഹൃത്തിന്റെ വെട്ടേറ്റ് മധ്യവയസ്കൻ മരിച്ചു. 60 വയസ്സുള്ള സുധാകരൻ ആണ് മരിച്ചത്. കുവൈറ്റിൽ എണ്ണ ഖനന കേന്ദ്രത്തിൽ ഉണ്ടായ അപകടത്തിൽ തൃശൂർ സ്വദേശി ഉൾപ്പെടെ 2 മലയാളികൾ മരിച്ചു. ജോലി ചെയ്യുന്നതിനിടെയാണ് അപകടം. കണ്ടശാംകടവിൽ ഇറച്ചി മാർക്കറ്റിൽ എതിർ കച്ചവടക്കാരനെ ഒഴിപ്പിക്കുന്നതിനായി ക്വട്ടേഷൻ നൽകിയ കേസിൽ പ്രതി അറസ്റ്റിൽ. പടിയം സ്വദേശി പള്ളിപ്പാടൻ വീട്ടിൽ ജസ്റ്റിനാണ് അറസ്റ്റിലായത്. വാർത്തകൾ വിശദമായി. പുത്തൂരിലെ തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ പുള്ളിമാനുകൾ ചത്ത സംഭവത്തിൽ അന്വേഷണം തുടരുന്നു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. ഇദ്ദേഹത്തിന് പുറമെ വനം വിജിലൻസ് വിഭാഗം CCF ജോർജി P. മാത്തൻ, ചീഫ് ഫോറസ്റ്റ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അരുൺ സഖറിയ എന്നിവരും സമിതി അംഗങ്ങളാണ്. സുരക്ഷാ വീഴ്ചയുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. തെരുവ് നായ്ക്കൾ പാർക്കിനുള്ളിൽ പ്രവേശിച്ച സ്ഥലങ്ങൾ കണ്ടെത്തി. ജീവനക്കാർ വാതിലുകൾ തുറന്നിട്ടോയെന്നും പരിശോധിക്കുന്നുണ്ട്. 4 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് വനം മന്ത്രിയുടെ നിർദ്ദേശം. ചൊവ്വാഴ്ചയാണ് 10 പുള്ളിമാനുകളെ തെരുവ് നായ്ക്കൾ കൊന്നത്. തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ നായ്ക്കളുടെ ആക്രമണം മൂലം മാനുകൾ ചത്ത സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര മൃഗശാല അതോറിറ്റി മെമ്പർ സെക്രട്ടറി ഡോക്ടർ സഞ്ജയ് കുമാർ ശുക്ല നിർദ്ദേശം നൽകി. കേന്ദ്ര മൃഗശാല അതോറിറ്റി ഇവാലുവേഷൻ ആൻഡ് മോണിറ്ററിംഗ് അസിസ്റ്റന്റ് T. അജയ് കുമാറിനെയാണ് അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ചാലക്കുടി മേലൂരിൽ മദ്യപിച്ചുണ്ടായ തർക്കത്തിനിടെ മധ്യവയസ്കൻ വെട്ടേറ്റു മരിച്ചു. അടിച്ചിലി ആലക്കപ്പള്ളി മംഗലത്ത് വീട്ടിൽ 60 വയസ്സുള്ള സുധാകരൻ ആണ് മരിച്ചത്. ഇയാളുടെ സുഹൃത്തും സമീപവാസിയുമായ KVT ശോഭനനെ കൊരട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബുധനാഴ്ച വൈകിട്ട് 3 മണിയോടെ പാണേലി രാജപ്പൻ എന്നയാളുടെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം. തൊഴിലുറപ്പ് തൊഴിലാളികളായ ഇരുവരും രാജപ്പന്റെ വീട്ടിലെത്തി രാവിലെ മുതൽ മദ്യപിച്ചിരുന്നതായി പരിസരവാസികൾ പറഞ്ഞു. തുടർന്നായിരുന്നു വാക്കുതർക്കവും കൊലപാതകവും നടന്നത്. കുറച്ചകലെ താമസിക്കുന്ന രാജപ്പന്റെ മകൻ രാജേഷാണ് തറവാട്ട് വീട്ടിൽ സുധാകരൻ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന വിവരം പോലീസിനെ അറിയിച്ചത്. വയോധികനും അസുഖബാധിതനുമായ രാജപ്പൻ വീടിന്റെ മുൻഭാഗത്ത് നടന്ന കൊലപാതകം അറിഞ്ഞില്ലെന്നാണ് പറയുന്നത്. സംഭവത്തിന് ശേഷം രക്തക്കറ പുരണ്ട മുണ്ട് സ്ഥലത്തുപേക്ഷിച്ച ശേഷം സ്വന്തം വീട്ടിൽ പോയി മറ്റൊരു മുണ്ടെടുത്ത് ശോഭനൻ വീണ്ടും സംഭവസ്ഥലത്തെത്തി. പോലീസ് ചോദ്യം ചെയ്തപ്പോൾ താൻ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് ഇയാൾ പറഞ്ഞത്. ഇൻക്വസ്റ്റിന് ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. തൊഴിലുറപ്പ് തൊഴിലാളികളായ ഇരുവരും ഒരുമിച്ച് മദ്യപിക്കൽ പതിവായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. TCV ചാലക്കുടി. കുവൈറ്റ് എണ്ണ ഖനന കേന്ദ്രത്തിൽ ഉണ്ടായ അപകടത്തിൽ തൃശൂർ സ്വദേശി ഉൾപ്പെടെ 2 മലയാളികൾ മരിച്ചു. തൃശൂർ സ്വദേശി നടുവിൽപ്പറമ്പിൽ നിഷിൽ സദാനന്ദൻ, കൊല്ലം സ്വദേശി സുനിൽ സോളമൻ എന്നിവരാണ് മരിച്ചത്. ജോലി ചെയ്യുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. ജോലിക്കിടെ പ്രഷർ പൈപ്പ് പൊട്ടി ശക്തമായി തലയുടെ പുറകിൽ ഇടിക്കുകയായിരുന്നു. തൃശൂർ സ്വദേശിയായ നിഷിലിന്റെ ഭാര്യ ഗർഭിണിയാണ്. ഈ മാസം 17-ന് നാട്ടിലെത്താനിരിക്കെയാണ് മരണം. ബിസിനസ് തർക്കത്തെ തുടർന്ന് എതിർ കച്ചവടക്കാരനെ ഒഴിപ്പിക്കുന്നതിനായി ക്വട്ടേഷൻ നൽകിയ കേസിൽ പ്രതി അറസ്റ്റിൽ. കണ്ടശാംകടവ് മാർക്കറ്റിൽ പന്നിയിറച്ചി കച്ചവടം നടത്തുന്ന പടിയം സ്വദേശി പള്ളിപ്പാടൻ വീട്ടിൽ ജസ്റ്റിനാണ് അറസ്റ്റിലായത്. ജസ്റ്റിന്റെ കടയ്ക്ക് സമീപത്തായി ഹരീഷ് എന്ന ആനന്ദൻ പന്നിയിറച്ചി കച്ചവടം നടത്തുന്നതിനായി പുതിയ കട തുറന്നതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ജസ്റ്റിൻ ആനന്ദനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുന്നതിനായി സൂര്യപുത്രി എന്നറിയപ്പെടുന്ന സുനിത, നെടുപുഴ സ്വദേശി ജിത്തു എന്നിവർക്ക് പണം നൽകി ക്വട്ടേഷൻ നൽകുകയായിരുന്നു.
കുന്നംകുളം പാറേമ്പാടത്ത് അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് ബുള്ളറ്റിന് പുറകിലിടിച്ച് 2 യുവാക്കൾക്ക് പരിക്കേറ്റു. വരന്തരപ്പള്ളി സ്വദേശികളായ ജിജോ, അഖിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഇരുവരെയും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ ഓട്ടോറിക്ഷയും ചരക്ക് ലോറിയും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിക്കേറ്റു. അണ്ടത്തോട് സ്വദേശി അണ്ടത്തോട് വീട്ടിൽ മുഹമ്മദ് റാഫിക്കാണ് പരിക്കേറ്റത്. നഗരസഭയ്ക്ക് സമീപത്തെ വൺ വേ ഇറങ്ങി ഗുരുവായൂർ റോഡിലേക്ക് കയറുന്നതിനിടെ ബ്രേക്ക് നഷ്ടപ്പെട്ട ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് ഗുരുവായൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ചരക്ക് ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവറെ കുന്നംകുളത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഓട്ടോറിക്ഷയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. അപകട സമയത്ത് ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന യാത്രക്കാരി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഭർത്താവിനെതിരെ ഭാര്യയുടെ പരാതി വ്യാജമാണെന്നറിഞ്ഞിട്ടും ഭാര്യയ്ക്കെതിരെ കേസെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് പോലീസ് വ്യക്തമാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി. ഗീത. കള്ള ഒപ്പിട്ട് ബാങ്കിൽ നിന്നും 4.25 ലക്ഷം രൂപ ഭർത്താവ് പിൻവലിച്ചു എന്നായിരുന്നു പരാതി. കൊടകര സ്വദേശി ജെറിൻ ജോണി കൊടകര പോലീസിനെതിരെ സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ്. പരാതിക്കാരന്റെയും ഭാര്യയുടെയും പേരിൽ കൊടകര ഫെഡറൽ ബാങ്കിൽ ജോയിന്റ് അക്കൗണ്ട് ഉണ്ടായിരുന്നു. പിന്നീട് ഭർത്താവുമായി അകന്ന ഭാര്യ തന്റെ വ്യാജ ഒപ്പിട്ട് ഭർത്താവ് പണം പിൻവലിച്ചുവെന്ന് ആരോപിച്ച് ഇരിഞ്ഞാലക്കുട കോടതിയിൽ ഹർജി സമർപ്പിക്കുകയായിരുന്നു. കുടുംബ ധ്യാന പരിപാടികളിലൂടെ സാമൂഹ്യമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയ ദമ്പതികൾ തമ്മിലടിച്ചു. ഭാര്യയെ മർദ്ദിച്ചുവെന്ന കുറ്റത്തിന് ഭർത്താവിന്റെ പേരിൽ കൊരട്ടി പോലീസ് കേസെടുത്തു. ചാരിറ്റി പ്രവർത്തകരായ ജിജി മാരിയോയും ഭർത്താവ് മാരിയോ ജോസഫുമാണ് തമ്മിലടിച്ചത്. ചാലക്കുടി മുരിങ്ങൂരിൽ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ നടത്തിപ്പുകാരാണ് ഇവർ. കുടുംബത്തർക്കം പറഞ്ഞു തീർക്കുന്നതിനിടെയാണ് അടിപിടിയുണ്ടായത്. തർക്കത്തെ തുടർന്ന് ഇരുവരും 9 മാസമായി അകന്നു കഴിയുകയായിരുന്നുവെന്ന് എഫ്ഐആറിൽ പറയുന്നു. കഴിഞ്ഞ ഒക്ടോബർ 25-ന് പ്രശ്നം പറഞ്ഞു തീർക്കാൻ ജിജി ഭർത്താവ് മാരിയോയുടെ വീട്ടിലെത്തി. സംസാരത്തിനിടെ പ്രശ്നം വഷളാവുകയായിരുന്നു. ജിജിയെ മാരിയോ ഉപദ്രവിക്കുകയുമായിരുന്നു. TV ബോക്സ് എടുത്ത് മാരിയോ ഭാര്യയുടെ തലയ്ക്കടിച്ചു. 2 കൈകളിലും കടിച്ചു. മുടി കുത്തിനു പിടിച്ച് വലിച്ച് മർദ്ദിക്കുകയും ചെയ്തു. ജിജിയുടെ 70,000 രൂപ വിലയുള്ള ഫോൺ എറിഞ്ഞു പൊട്ടിച്ചുവെന്നും എഫ്ഐആറിൽ പറയുന്നു. ഏറെക്കാലമായി ഫിലോക്കാലിയ എന്ന ധ്യാന പരിപാടി നടത്തിവരികയായിരുന്നു ഇരുവരും. വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും ഇവർ കൗൺസിലിംഗ് നടത്താറുണ്ട്. കുതിരാനിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ചൊവ്വാഴ്ച അർദ്ധരാത്രി 1 മണിയോടെയാണ് കുതിരാൻ ക്ഷേത്രത്തിന് സമീപം ഒറ്റയാൻ ഇറങ്ങിയത്. 1 മണിക്ക് ഇറങ്ങിയ ആന 3 മണിയോടെ കാട്ടിലേക്ക് കയറിപ്പോയി. കുങ്കിയാനകൾ എത്തിയതിനു ശേഷം ആദ്യമായാണ് കാട്ടാന നാട്ടിൽ ഇറങ്ങിയത്. വോട്ടർ പട്ടിക അച്ചടിച്ച് നൽകിയതിലെ പോരായ്മ മൂലം വോട്ടർമാരുടെ വിവരങ്ങൾ ശേഖരിച്ചുള്ള കണക്കെടുപ്പ് BLOമാർക്ക് ദുരിതമായി മാറി. എല്ലാ വർഷവും വോട്ടർ പട്ടിക പുതുക്കി പ്രസിദ്ധീകരിക്കുന്നതിന് മുന്നോടിയായാണ് കണക്കെടുപ്പ് നടത്തുന്നത്. BLOമാർക്ക് നിലവിലുള്ള വോട്ടർ പട്ടിക 3 ഘട്ടങ്ങളിലായി നൽകിയതാണ് വിനയായത്. ആദ്യഘട്ടത്തിൽ ക്രമനമ്പർ അനുസരിച്ച് ബൂത്തിലെ 300 പേരുടെ പട്ടികയാണ് ലഭിച്ചത്. വീടുകളിലെത്തി നൽകിയ ഫോം നിലവിലുള്ള വോട്ടർമാർ BLOമാർക്ക് തിരിച്ചു നൽകുകയും ചെയ്തു. 1000-ഓളം വരുന്ന വോട്ടർമാരുടെ വിവരങ്ങളും ഫോമും തിരഞ്ഞെടുത്ത് സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന ജോലി പൂർത്തിയായപ്പോഴാണ് വീണ്ടും മറ്റൊരു പട്ടിക കൂടി ലഭിച്ചത്. പുതിയ വോട്ടർമാരുടെ പട്ടികയാണ് സ്ഥിതിവിവര കണക്കെടുപ്പിനായി ലഭിച്ചത്. ഇത്തരത്തിൽ പട്ടിക ലഭിച്ചതോടെ ആദ്യ വീടുകൾ മുതൽ പുതിയ വോട്ടർമാരെ കണ്ടെത്താനായി വീണ്ടും കയറിയിറങ്ങേണ്ട അവസ്ഥയിലാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായുള്ള റോഡുകളിലെ എഴുത്ത് നിർമ്മാണ തൊഴിലാളികൾക്ക് തലവേദനയാകുന്നു. പീച്ചി വാഴാനി കോറിഡോർ റോഡിൽ പുന്നംപറമ്പ് കനാൽ പരിസരം, ലക്ഷം വീട് വളവ്, കല്ലംകൂട്ടം, ഊരാക്കോട് എന്നീ സ്ഥലങ്ങളിലാണ് റോഡ് മുഴുവനുമായി കുമ്മായം കൊണ്ട് പാർട്ടി ചിഹ്നങ്ങളും എഴുത്തുകളുമായി വൃത്തികേടായിരിക്കുന്നത്. പൂർണ്ണമായും ടാറിംഗ് പൂർത്തിയാക്കിയ റോഡിൽ സൈഡ് ലൈനുകളും സെന്റർ ലൈനുകളും ഇനിയും വരയ്ക്കാനുണ്ട്. റോഡിൽ കുമ്മായം കൊണ്ട് എഴുതിയത് മൂലം സീബ്ര ലൈനുകളും മറ്റും കൃത്യമായി വരയ്ക്കാനാവാത്ത സ്ഥിതിയിലാണ് തൊഴിലാളികൾ. മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിലെ കൊരട്ടിയിൽ മേൽപ്പാലം നിർമ്മാണത്തിന് തുടക്കം. 3 സ്പാനുകളുള്ള മേൽപ്പാലത്തിന്റെ പ്രാഥമിക ഘട്ടമായ പൈലിംഗ് ജോലികളാണ് തുടങ്ങിയത്. കരാറിന്റെ കാലാവധി പൂർത്തിയാകാൻ 1.5 മാസം മാത്രം ശേഷിക്കെയാണ് മേൽപ്പാല നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ ബദൽ റോഡുകളുടെ നിർമ്മാണം ഇതുവരെയും പൂർത്തിയായിട്ടില്ല. ചൊവ്വാഴ്ച തിരക്കിട്ട് ബദൽ റോഡുകളിൽ ടാറിംഗ് നടത്തിയെങ്കിലും വൈദ്യുതി തൂണുകൾ പോലും പൂർണ്ണമായി മാറ്റിയിട്ടില്ല. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഗുരുവായൂരിലെ വ്യാപാരി മുസ്തഫ ആത്മഹത്യ ചെയ്ത കേസിൽ റിമാൻഡിൽ കഴിയുന്ന മുഖ്യപ്രതി നെന്മിനി തൈവളപ്പിൽ പ്രഗിലേഷിനെ ടെമ്പിൾ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ അറസ്റ്റിലായ പ്രഗിലേഷിനെ ശനിയാഴ്ച ഗുരുവായൂരിൽ എത്തിച്ചിരുന്നു. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന്
തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച പ്രതിയെ ഞായറാഴ്ചയാണ് റിമാൻഡ് ചെയ്തത്. ഒക്ടോബർ 10-നാണ് മുസ്തഫയെ വീടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. പലിശക്കാരുടെ ഭീഷണി മൂലം ജീവനൊടുക്കുന്നു എന്ന ആത്മഹത്യാക്കുറിപ്പിൽ പ്രഗിലേഷിന്റെയും കണ്ടാണശ്ശേരി സ്വദേശി ദിവേഗിന്റെയും പേരുകൾ പരാമർശിച്ചിരുന്നു. രണ്ടാം പ്രതി ദിവേഗിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇടവേള. മലയാള മനോരമ ഓഫീസിന് സമീപം ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രോസ് താഴത്ത്, തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഫാദർ മാത്യു വയനാമണ്ണിൽ ടീം നേതൃത്വം നൽകുന്നു. ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക് വീണ്ടും. പഞ്ചാബിലെ ജലന്ധറിൽ നടന്ന വിദ്യാഭാരതി ദേശീയ ഗണിതശാസ്ത്രോത്സവത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി ദർശിക ഷിനിലിന് മികച്ച നേട്ടം. വർക്കിംഗ് മോഡൽ വിഭാഗത്തിൽ ദർശിക 3ാം സ്ഥാനം കരസ്ഥമാക്കി. വടക്കാഞ്ചേരി നഗരസഭയിലേക്കുള്ള BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. നോർത്ത് ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യനാണ് 24 പേരുടെ പ്രഖ്യാപനം നടത്തിയത്. മണ്ഡലം പ്രസിഡന്റ് KK രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി നിത്യ സാഗർ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അനിൽകുമാർ CV, ബിനീഷ് KR, കൗൺസിലർ കവിത കൃഷ്ണനുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ഏകാദശി വിളക്ക് ആഘോഷത്തിന്റെ ഭാഗമായി ലക്ഷം ദീപം തെളിഞ്ഞു. അയ്യപ്പ ഭജന സംഘത്തിന്റെ നേതൃത്വത്തിലാണ് സന്ധ്യയ്ക്ക് ലക്ഷദീപം തെളിയിച്ചത്. ശിവേലിക്ക് ഗുരുവായൂർ ശശിമാരാരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയായി. വിളക്കാഘോഷത്തിന്റെ 13ാം ദിവസമായ വ്യാഴാഴ്ച പരുവക്കാട്ട് കുടുംബം വക ചുറ്റുവിളക്കാണ്. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ BJP ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 26 പേരാണ് ആദ്യ പട്ടികയിൽ ഉള്ളത്. ഇതിൽ 8 പേർ നിലവിലെ കൗൺസിലർമാർ തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് TS സജീവൻ ഉൾപ്പെടെയുള്ളവർ അടുത്ത ലിസ്റ്റിലുണ്ടാകുമെന്നാണ് സൂചന. BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ് തുടങ്ങിയവർ സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുത്തു. സപ്ലൈകോ വഴിയുള്ള നെല്ല് സംഭരണം നിലച്ചതോടെ ദുരിതം പേറി കർഷകർ. പുതുക്കാട് മണ്ഡലത്തിലെ വിവിധ പാടശേഖര സമിതികളുടെ കീഴിൽ കെട്ടിക്കിടക്കുന്നത് 100 കണക്കിന് ടൺ നെല്ലാണ്. 1.5 മാസമായി കൊയ്തെടുത്ത വിരിപ്പൂ കൃഷിയുടെ നെല്ലാണ് പറമ്പുകളിലും വീട്ടുമുറ്റത്തും കിടക്കുന്നത്. സൂക്ഷിക്കാനിടമില്ലാതെ പല കർഷകരുടെയും നെല്ല് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായി പെയ്ത മഴയിൽ നെല്ലുണക്കി സൂക്ഷിക്കാനും കർഷകർ ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. അളഗപ്പനഗർ, മറ്റത്തൂർ, വരന്തരപ്പള്ളി, പുതുക്കാട് പഞ്ചായത്തുകളിലായി ഇത്തരത്തിൽ 100 കണക്കിന് ടൺ നെല്ലാണ് ചാക്കുകളിൽ നിറച്ച് സൂക്ഷിക്കുന്നത്. ഇതോടെ പലിശയ്ക്കെടുത്തും ആഭരണങ്ങൾ പണയപ്പെടുത്തിയും കൃഷിയിറക്കിയ കർഷകരാണ് കടക്കെണിയിലായത്. അളഗപ്പനഗർ പഞ്ചായത്തിലെ കാവല്ലൂർ, പൂക്കോട്, പച്ചളിപ്പുറം പാടശേഖരങ്ങളിൽ മാത്രം ടൺ കണക്കിന് നെല്ലാണ് കെട്ടിക്കിടക്കുന്നത്. 200ഓളം കർഷകർ രാപ്പകലില്ലാതെ കൃഷി ചെയ്തെടുത്ത നെല്ല് സംഭരിക്കാത്തതിനെതിരെ കടുത്ത പ്രതിഷേധമാണ് കർഷകർക്കുള്ളത്. വിരിപ്പൂ കൃഷി ചെയ്ത ശേഷം 1 മാസം മുൻപ് മുണ്ടകൻ കൃഷി ഇറക്കിയ കർഷകർക്ക് ഏറെ സാമ്പത്തിക ബാധ്യതയാണ് നേരിടേണ്ടി വരുന്നത്. മില്ലുകൾ സംഭരിച്ചു നൽകിയ നെല്ലിന്റെ കുടിശ്ശിക സപ്ലൈകോ കൊടുത്തു തീർക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. കാട്ടുപന്നി ശല്യവും കനത്ത മഴയും മൂലം വിളവ് കുറഞ്ഞ വിരിപ്പൂ കൃഷിയുടെ നെല്ല് പല കർഷകരും പറമ്പുകളിലും മുറ്റത്തുമിട്ടാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഉണക്കിയെടുക്കുന്നത്. ഒരേക്കർ കൃഷി ഇറക്കാൻ 40,000 രൂപയോളമാണ് ചിലവ് വരുന്നത്. സപ്ലൈകോ 1 കിലോ നെല്ലിന് 28 രൂപ 20 പൈസയ്ക്കാണ് സംഭരിക്കുന്നത്. ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇതിൽ 2% വീണ്ടും കുറയ്ക്കും. ഈ സാഹചര്യത്തിൽ
സ്വകാര്യ മില്ലുകളുടെ ചൂഷണവും കർഷകർ നേരിടുന്നുണ്ട്. കെട്ടിക്കിടക്കുന്ന നെല്ല് 18 രൂപ നിരക്കിൽ സ്വകാര്യ മില്ലുകൾക്ക് കൊടുത്ത കർഷകരും ഏറെയാണ്. നെല്ല് സംഭരണം വേഗത്തിൽ തീർത്ത് കർഷകരുടെ ദുരിതത്തിന് അറുതി വരുത്താൻ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പാടശേഖര സമിതികൾ അധികൃതർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. TCV പുതുക്കാട്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ മാനുകൾ ചത്ത സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് BJP പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി സുവോളജിക്കൽ പാർക്കിലേക്ക് മാർച്ച് നടത്തി. മധ്യമേഖലാ ഉപാധ്യക്ഷൻ ബിജോയ് തോമസ് ഉദ്ഘാടനം ചെയ്തു. OBC മോർച്ച സംസ്ഥാന ഉപാധ്യക്ഷൻ സന്തോഷ് കാക്കനാട്ട് അധ്യക്ഷത വഹിച്ചു. പീച്ചി മണ്ഡലം പ്രസിഡന്റ് നിശാന്ത്, പ്രദീപ് ഞാറ്റുവെട്ടി, ആനന്ദൻ പാറയ്ക്കൽ, സുമേഷ് പുന്നക്കുഴി തുടങ്ങിയവർ സംസാരിച്ചു. മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അത് പൂർത്തീകരിച്ചതിന് ശേഷമേ ഈ ഉദ്ഘാടനം നടത്താനായിട്ട് പാടുള്ളൂ. പക്ഷേ അതൊന്നുമില്ലാതെ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് രാഷ്ട്രീയമായിട്ട് ഇവിടുത്തെ കേരളത്തിന്റെ സ്കൂളിൽ കയറി അധ്യാപകനെ മർദ്ദിച്ച കേസിൽ രക്ഷിതാവ് അറസ്റ്റിൽ. ശ്രീനാരായണപുരം പോഴങ്കാവ് സ്വദേശി ചെന്നറ വീട്ടിൽ ധനേഷാണ് അറസ്റ്റിലായത്. പോഴങ്കാവ് സെയിന്റ് ജോർജ് LP സ്കൂളിലെ അധ്യാപകൻ ആല സ്വദേശി തയ്യിൽ ഭരത് കൃഷ്ണയ്ക്കാണ് മർദ്ദനമേറ്റത്. തിങ്കളാഴ്ച സ്കൂളിൽ എത്തിയ ധനേഷിന്റെ മകൻ അധ്യാപകരോട് പറയാതെ വീട്ടിലേക്ക് മടങ്ങിപ്പോയിരുന്നു. പിന്നീട് വിദ്യാർത്ഥിയെ അധ്യാപകൻ വീട്ടിൽ ചെന്ന് സ്കൂളിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഇതാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. ഗൃഹാതുരമായ ഓർമ്മകൾ ഉണർത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി മോനുടി ഗ്രാമത്തിൽ സൈക്കിൾ യജ്ഞം അരങ്ങേറി. കർണാടകയിൽ നിന്നുള്ള 6 അംഗ സംഘമാണ് വിസ്മയിപ്പിക്കുന്ന സൈക്കിൾ അഭ്യാസ പ്രകടനങ്ങളുമായി മോനുടിയിൽ എത്തിയത്. കർണാടകയിലെ മൈസൂർ, ഹാസൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരടങ്ങിയ സംഘമാണ് മോനൊടി കനാൽ പരിസരത്തുള്ള നടന കലാവേദി ഓഫീസിന് മുന്നിൽ സൈക്കിൾ അഭ്യാസവും നൃത്തപരിപാടികളും അവതരിപ്പിച്ചത്. 30-കാരനായ മൈസൂർ മഞ്ജുനാഥും ബെല്ല്, ബ്രേക്ക്, മഡ്ഗാർഡ് എന്നിവ നീക്കം ചെയ്ത് രൂപമാറ്റം വരുത്തിയ സൈക്കിളുമാണ് യജ്ഞത്തിലെ മുഖ്യ താരങ്ങൾ. 4 ചക്രവാഹനങ്ങളുടെ സ്റ്റിയറിംഗ് പോലെ വട്ടം തിരിക്കാവുന്ന ഹാൻഡിലുള്ള സൈക്കിളിലിരുന്ന് അസാമാന്യ മെയ്വഴക്കത്തോടെ മൈസൂർ മഞ്ജുനാഥും സഹപ്രവർത്തകരായ ലക്ഷ്മണ, ഗോപിനാഥ് എന്നിവർ ചേർന്ന് കാഴ്ചവെച്ച അഭ്യാസ പ്രകടനങ്ങൾ കാണികളെ വിസ്മയം കൊള്ളിച്ചു. തമിഴ്, ഹിന്ദി, മലയാളം ഹിറ്റ് പാട്ടുകൾ അനുസരിച്ചുള്ള നൃത്തപരിപാടികളും സൈക്കിൾ അഭ്യാസത്തിനിടെ അരങ്ങേറി. സംഘത്തിലെ രാധ, തേജാവതി എന്നിവരും നൃത്തത്തിന് ചുവടുവെച്ചു. വർണ്ണവിളക്കുകളും കൊടിതോരണങ്ങളും കൊണ്ട് അലങ്കരിച്ച തൂണിന് ചുറ്റും വൃത്താകൃതിയിൽ രൂപപ്പെടുത്തിയ ചെറിയ മൈതാനത്തിലാണ് സൈക്കിൾ യജ്ഞം അരങ്ങേറിയത്. മണ്ണിനടിയിൽ കുഴിച്ചിട്ടയാൽ അരമണിക്കൂറിന് ശേഷം ജീവനോടെ പുറത്തു വരുന്നതും, നെഞ്ചിൽ ട്യൂബ് ലൈറ്റുകൾ അടിച്ചുടയ്ക്കൽ, വെള്ളം നിറച്ച കുടം കടിച്ചു പിടിച്ചുകൊണ്ട് സൈക്കിളിൽ വലം വെക്കൽ തുടങ്ങിയ സാഹസിക പ്രകടനങ്ങളും ഇവർ കാഴ്ചവെച്ചു. കഴിഞ്ഞ 4 വർഷമായി കേരളത്തിലെ വിവിധ ജില്ലകളിലെ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പ്രകടനം. സൈക്കിൾ അഭ്യാസമാണ് സംഘത്തിന്റെ ജീവനോപാധി. അഭ്യാസ പ്രകടനവുമായി രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും തങ്ങൾ എത്തിയിട്ടുണ്ടെന്ന് സംഘത്തിലെ പ്രധാനിയായ മൈസൂർ മഞ്ജുനാഥൻ പറഞ്ഞു. കർണാടക, ഹാസൻ, മക്കള കേരളത്തിലെ മൊത്തം 5 വർഷമായിട്ടില്ല. 5 വർഷത്തിലെ ഒരു ഗ്രാമ പ്രദേശങ്ങളിൽ 2 ദിവസം പരിപാടി. തിരുവനന്തപുരം, കൊച്ചി, കൊല്ലം, പിന്നെ വർക്കല, അപ്പം അതിലെല്ലാം പോയി. മൊത്തം നമ്മൾ ഒരു 6 ആളുണ്ട്. ഒരു ഞങ്ങൾ ഭാര്യ, ചേട്ടന്നു, ഞങ്ങൾ അച്ഛന്നു, പിന്നെ ഞങ്ങളൊരു ഫാമിലി തന്നെ ഒരു 2 ടീമുണ്ടല്ലോ. നമ്മൾ ഒരു ടീമല്ല, 2 ടീമുണ്ട്. പ്രകടനം കണ്ട് മനസ്സു നിറഞ്ഞ കാണികൾ നൽകുന്ന ചെറിയ തുകകളാണ് ഇവരുടെ വരുമാനം. കാണികളിൽ നിന്ന് സംഭാവനയായി ലഭിക്കുന്ന സാധനങ്ങൾ ലേലം ചെയ്ത് വിൽപ്പന നടത്തുന്നതിലൂടെയും ചെറിയ വരുമാനം ലഭിക്കും. വേനൽ മാസങ്ങളിൽ സൈക്കിൾ യജ്ഞവുമായി നാട് ചുറ്റാനിറങ്ങുന്ന സംഘം അത് കഴിഞ്ഞാൽ നാട്ടിൽ തിരിച്ചെത്തി കൃഷിപ്പണികളിൽ മുഴുകും. 80കളുടെ അവസാനം വരെ ഗ്രാമാന്തരങ്ങളിൽ പ്രചാരത്തിലുണ്ടായിരുന്ന സൈക്കിൾ യജ്ഞം ടെലിവിഷൻ അടക്കമുള്ള നവവിനോദ ഉപാധികൾ വന്നതോടെയാണ് ഗൃഹാതുര ഓർമ്മയായി മാറിയത്. TCV കൊടകര. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് പാവറട്ടി, മണലൂർ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സമരസംഗമം നടത്തി. വിദേശത്തു നിന്നും തിരിച്ചുവരുന്നവരോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെയാണ് സമരം സംഘടിപ്പിച്ചത്. തൃശൂർ ജില്ലാ പ്രസിഡന്റ് ബിജു അമ്പഴക്കാടൻ സമരം ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി ബ്ലോക്ക് പ്രസിഡന്റ് KC ഖാദർമോൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി PK രാജൻ, പോൾസൻ കാഞ്ഞിരത്തിങ്കൽ, ജമാൽ തിരുനെല്ലൂർ, NK ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. പാലക്കാട് നടന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ തൃശൂർ ജില്ലയ്ക്ക് അഭിമാനമായി ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ.
ശാസ്ത്രോത്സവത്തിൽ മലപ്പുറം ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായപ്പോൾ ശാസ്ത്രമേളയിൽ 209 പോയിന്റുകൾ നേടി തൃശൂരാണ് ചാമ്പ്യന്മാരായത്. ഇതിൽ 25 പോയിന്റ് ചന്ദ്രാപിന്നി HSSന്റേതാണ്. സ്കൂളുകളുടെ പ്രകടനം കണക്കാക്കുമ്പോൾ പോയിന്റ് അടിസ്ഥാനത്തിൽ സംസ്ഥാനതലത്തിൽ 6ാം സ്ഥാനത്തെത്താൻ ചന്ദ്രാപിന്നിക്ക് കഴിഞ്ഞു. ശാസ്ത്രമേളയിൽ ഇലക്ട്രോണിക്സ് വിഭാഗത്തിൽ +2 വിദ്യാർത്ഥി ഹാനി അബ്ദുള്ള ഹബീബ് എ ഗ്രേഡോടെ 1ാം സ്ഥാനം നേടി. ഹൈസ്കൂൾ വിഭാഗം വർക്കിംഗ് മോഡലിൽ സനിൻ കാർത്തിക് എന്നിവരും ഫൈബർ ഉപയോഗിച്ചുള്ള ഫാബ്രിക്കേഷനിൽ മോഹിത് രാജും എ ഗ്രേഡോടെ 1ാം സ്ഥാനം നേടി. ഗണിതശാസ്ത്രമേളയിൽ പ്രശ്നോത്തരി മത്സരത്തിൽ M ഭൂപതിയും എ ഗ്രേഡോടെ 1ാം സ്ഥാനം സ്വന്തമാക്കി. സ്കൂൾ കലോത്സവ വേദികളിലെ നിറസാന്നിധ്യമായി മാറിയിരിക്കുകയാണ് കൊടുങ്ങല്ലൂരിലെ എറിയാട് സ്വദേശി ഷഫീഖ്. കഴിഞ്ഞ 21 വർഷമായി വിവിധ കലോത്സവ ഇനങ്ങളുടെ പരിശീലകനായി പ്രവർത്തിക്കുന്ന ഷഫീഖ് ഇക്കുറി പരിശീലിപ്പിച്ച 120ഓളം കുട്ടികളാണ് കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവത്തിൽ അരങ്ങേറിയത്. ഇവർക്ക് മുഴുവൻ എ ഗ്രേഡും പലർക്കും 1 മുതൽ 3 വരെയുള്ള സ്ഥാനങ്ങളും ലഭിച്ചു. വട്ടപ്പാട്ട്, തിരുവാതിരക്കളി, നാടകം, ഒപ്പന, മൂകാഭിനയം, മോണോ ആക്ട്, മിമിക്രി തുടങ്ങി വ്യത്യസ്തങ്ങളായ ഇനങ്ങൾ ഷഫീഖ് പരിശീലിപ്പിക്കുന്നുണ്ട്. 1999 കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മിമിക്രിയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ഷഫീഖ് 25 വർഷമായി പ്രൊഫഷണൽ വേദികളിൽ സജീവമാണ്. സുഹൃത്ത് നസീർ മാടവനയുമൊത്ത് മലബാർ മർഹബ എന്ന പേരിലുള്ള നൃത്ത ഗ്രൂപ്പ് നടത്തിവരികയാണ് ഷഫീഖ്. ഈ വർഷത്തെ കലോത്സവത്തിലാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയൊരു വിജയം തന്നെ പറയാം. ഈ വർഷം 121ഓളം വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ച് ഈ 121ഓളം വിദ്യാർത്ഥികൾ ശരിക്കും പറഞ്ഞാൽ അവരെല്ലാവരും എ ഗ്രേഡിന് അർഹമായി. 1, 2, 3 സ്ഥാനങ്ങളിലും അവർ കരസ്ഥമാക്കിയിട്ടുണ്ട്. 6ഓളം സ്കൂളുകൾക്ക് ഇതുപോലെ വിവിധ ഇനങ്ങളിൽ പരിശീലനം നടത്തിയിട്ട് ഉള്ള കുട്ടികളാണ് 121ഓളം വിദ്യാർത്ഥികൾ. അപ്പോൾ അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ ഈ വർഷത്തിൽ എ ഗ്രേഡ് മേടിച്ചു കൊടുക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. ഇതിനകം 1300ഓളം വേദികളിൽ ഇവർ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. 2018 IFFKയിൽ പ്രദർശിപ്പിച്ച ഓത്ത് ഉൾപ്പെടെ 5 സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഷഫീഖ് നിരവധി ഷോർട്ട് ഫിലിമുകളുടെയും സംഗീത ആൽബങ്ങളുടെയും ഭാഗമായിട്ടുണ്ട്. അടുത്തയാഴ്ച നടക്കുന്ന റവന്യൂ ജില്ലാ കലോത്സവത്തിലേക്ക് കുട്ടികളെ ഒരുക്കുന്ന തിരക്കിലാണ് ഷഫീഖ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഇരിഞ്ഞാലക്കുട നഗരസഭാ ഭരണസമിതി തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി BJP. ആകെയുള്ള 43 വാർഡുകളിൽ 30 വാർഡുകളിലെ സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ പ്രഖ്യാപിച്ചത്. നിലവിലെ ഭരണസമിതിയിൽ നിന്നും പാർലമെന്ററി പാർട്ടി ലീഡർ സന്തോഷ് ബോബൻ, ഉപലീഡർ TK ഷാജുട്ടൻ, BJP മണ്ഡലം പ്രസിഡന്റ് കൂടിയായ ആർച്ച അനീഷ്, അമ്പിളി ജയൻ, വിജയകുമാരി അനിലൻ, മായ അജയൻ എന്നിവർ ആദ്യ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കൂടാതെ മുൻ DYFI നേതാവ് KG വിനോദ്, കോൺഗ്രസിൽ നിന്ന് BJPയിൽ ചേർന്ന KS സിജി എന്നിവരും BJP സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടി. മറ്റ് സ്ഥാനാർത്ഥികളുടെ പട്ടിക 2 ദിവസത്തിനുള്ളിൽ പുറത്തിറക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. ബാംഗ്ലൂരിൽ നടന്ന 2ാമത് നാഷണൽ കൾച്ചറൽ പൈത്തിയൻ ഗെയിംസ് പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ തൃശൂരിന് നേട്ടം. 60 കിലോ സീനിയർ വിഭാഗത്തിൽ കണ്ടശാംകടവ് സ്വദേശി ഹരി ഗോൾഡ് മെഡൽ നേടി. വനിതകളുടെ 70 കിലോ വിഭാഗത്തിൽ പട്ടിക്കാട് സ്വദേശി സൗമ്യ CS-ഉം ഗോൾഡ് മെഡൽ കരസ്ഥമാക്കി. KM ഹരി മുൻ ലോക പഞ്ചഗുസ്തി താരം കൂടിയാണ്. രണ്ടുപേരും ദേശീയ റഫറി ടീം അംഗങ്ങൾ കൂടിയാണ്. ഡിസംബറിൽ റഷ്യയിൽ നടക്കുന്ന ലോക പൈത്തിയൻ കൾച്ചറൽ ഗെയിംസ് പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇരുവരും പങ്കെടുക്കും. എരുമപ്പെട്ടിയിൽ നടക്കുന്ന കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിന്റെ ഉദ്ഘാടനം ചാവക്കാട് വിദ്യാഭ്യാസ DEO T രാധ നിർവഹിച്ചു. കുന്നംകുളം AEO A മൊയ്തീൻ അധ്യക്ഷനായി.
സംഘാടക സമിതി കൺവീനർ ഷീബ ജോസ്, പ്രധാനാധ്യാപകരായ ബീന സി ജേക്കബ്, കെ എ സുജിനി, ഡോക്ടർ വി സി ബിനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. കലോത്സവത്തിന്റെ ലോഗോ ഡിസൈൻ ചെയ്ത മറ്റം സെയിന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാ അധ്യാപകൻ ജോൺ നമ്പഴിക്കാടിനെ ചടങ്ങിൽ ഉപഹാരം സമ്മാനിച്ചു. അവസരങ്ങളും അവർക്ക് ഉപയോഗിക്കാം. അവർക്ക് നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ജില്ലാ സെക്രട്ടറി EP ഹരീഷാണ് പ്രഖ്യാപനം നടത്തിയത്. പഞ്ചായത്തിലെ 15 വാർഡുകളിലും BJP ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ ഭരണസമിതിയിൽ അംഗമായിരുന്ന PV സെന്തിൽകുമാർ, കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന മഹിളാ കോൺഗ്രസ് മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി രഹന ബിനീഷ്, നാട്ടിക ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജയ സത്യൻ എന്നിവർ സ്ഥാനാർത്ഥികളാണ്. ഹയർ സെക്കൻഡറി വിഭാഗം മംഗലം കളിയിൽ തുടർച്ചയായി 2ാം തവണയും 1ാം സ്ഥാനം കരസ്ഥമാക്കി മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ആദ്യമായി ഗോത്രകലകൾ കലോത്സവങ്ങളിൽ ഉൾപ്പെടുത്തിയപ്പോൾ ജില്ലാ കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടി സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത് മരത്തംകോട് സ്കൂൾ A ഗ്രേഡ് നേടിയിരുന്നു. കാസർഗോഡ് സ്വദേശി സതീഷ് കപ്പള്ളിയാണ് പരിശീലകൻ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കുന്നംകുളം പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കാട്ടകാമ്പാൽ പഞ്ചായത്ത് തല ജനകീയ സംവാദം സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ജിജോ തരകൻ അധ്യക്ഷത വഹിച്ചു. കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ CPM-നെ പ്രതിനിധീകരിച്ച് യദു കൃഷ്ണയും, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് MS മണികണ്ഠനും, BJP-യെ പ്രതിനിധീകരിച്ച് പ്രദീപ് കൂനത്തും സംവാദത്തിൽ പങ്കെടുത്തു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി അജ്മൽ ചമ്മന്നൂർ, ട്രഷറർ PS ടോണി തുടങ്ങിയവർ സംസാരിച്ചു. NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിമാരായി തെരഞ്ഞെടുക്കപ്പെട്ട MO ഡെയ്സണിനും മോബിഷ് P തോമസിനും NGO യൂണിയൻ തൃശൂർ ടൗൺ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. NGO യൂണിയൻ തൃശൂർ ബ്രാഞ്ച് പ്രസിഡന്റ് മൃദുൽ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. NK ബെന്നി, KB ജയറാം, KP ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,505 രൂപ, പവന് 92,040 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. പുത്തൂരിലെ തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ പുള്ളിമാനുകൾ ചത്ത സംഭവത്തിൽ അന്വേഷണം തുടരുന്നു. മാനുകളുടെ ദാരുണാന്ത്യത്തിൽ വിശദീകരണം തേടി കേന്ദ്ര മൃഗശാല അതോറിറ്റി. ചാലക്കുടി ബേലൂരിൽ മദ്യപിച്ചുണ്ടായ തർക്കത്തിനിടെ സുഹൃത്തിന്റെ വെട്ടേറ്റു മരിച്ചു. 60 വയസ്സുള്ള സുധാകരൻ ആണ് മരിച്ചത്. കുവൈറ്റിൽ എണ്ണഖനന കേന്ദ്രത്തിലുണ്ടായ അപകടത്തിൽ തൃശൂർ സ്വദേശി ഉൾപ്പെടെ 2 മലയാളികൾ മരിച്ചു. ജോലി ചെയ്യുന്നതിനിടെയാണ് അപകടം. കണ്ടശാംകടവിൽ ഇറച്ചി മാർക്കറ്റിൽ എതിർ കച്ചവടക്കാരനെ ഒഴിപ്പിക്കുന്നതിനായി കൊട്ടേഷൻ നൽകിയ കേസിൽ പ്രതി അറസ്റ്റിൽ. പടിയം സ്വദേശി പള്ളിപ്പാടൻ വീട്ടിൽ ജസ്റ്റിനാണ് അറസ്റ്റിലായത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.